+2 മാത്തമാറ്റിക്സ് എക്സാം ഓറിയൻറ്റഡ് സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മളിന്ന് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സെക്ഷൻസുകളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നതിൻ്റെ ഓർഡറും ഡിഗ്രിയും എങ്ങനെ കണ്ടുപിടിക്കാം. വരുന്ന എക്സാമിനേഷന് ഒരു മാർക്കിനെങ്കിലും മിനിമം ആ ഒരു ചോദ്യം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനുശേഷം നമ്മൾ മെത്തേഡ് ഓഫ് സോൾവിങ് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നതിൽ ഒരേ ഒരു കാര്യം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, വേരിയബിൾ സെപ്പറബിൾ ഫോം. അതിനെക്കുറിച്ച് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നതിൻ്റെ ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ഷോർട്ട് കട്ട് ആശയങ്ങൾ മാത്രം ഓർമ്മയിൽ വെച്ചാൽ മതി. ആ രണ്ട് ഷോർട്ട് കട്ട് ആശയങ്ങളും ഞാൻ ബോർഡിൽ ലിസ്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയുന്നതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണം എന്നുള്ളതും ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ബോർഡിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിലനിൽക്കുന്ന ഇക്വേഷൻസുകളെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുക. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ ഡെറിവേറ്റീവിൻ്റെ ഹയസ്റ്റ് ഓർഡർ എന്താണോ അത് തന്നെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ ആയിട്ട് വരുന്നത്. ഡെറിവേഷൻ്റെ ഓർഡർ എങ്ങനെ വരിക? dy/dx, അതിൻ്റെ ഹയസ്റ്റ് ഓർഡർ d²y/dx², അതിൻ്റെ ഹയസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ d³ y/dx³. അങ്ങനെയാണ് ആ ഓർഡറുകൾ വരുന്നത്. അല്ലെങ്കിൽ y', 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 എക്സെട്ര. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒബ്സർവ് ചെയ്യുക നിങ്ങൾ. ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കാര്യം, അതായത് ഡെറിവേറ്റീവിൻ്റെ ഹയസ്റ്റ് ഓർഡർ എന്താണോ നിങ്ങൾ കാണുന്നത് അതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ ആയിട്ട് എടുക്കുക. എന്നാൽ ഡിഗ്രി എന്ന് പറയുന്നത് പവർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ആദ്യം ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് എത്തുക, അതിൻ്റെ പവർ എത്രയാണ് എന്നുള്ളത് നോക്കുക. ആ പവറിൽ കിടക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ അതിൻ്റെ ഡിഗ്രി ആയിട്ട് പറയുക. പക്ഷേ ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഡിഗ്രി എന്ന് പറയുന്ന കാര്യം ഡിഫൈൻഡ് ആവണമെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റിലുള്ള പോളിനോമിയൽ ഇക്വേഷൻ ആയിരിക്കണം. ഈ പോളിനോമിയൽ ഇക്വേഷൻ അല്ലാത്ത അവസ്ഥ വരുന്ന സിറ്റുവേഷൻസുകൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. നോട്ട് പോളിനോമിയൽ അല്ലാത്ത അവസ്ഥ വരുന്നത് ഈ ടേമുകളൊക്കെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുമ്പോഴാണ്. sin dy/dx, സാധാരണ നമ്മൾ sin x എന്നാണ് പറയാറുള്ളത്. ആ എക്സിൻ്റെ, അതായത് ആ ആംഗിൾ പൊസിഷനിൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിലനിൽക്കുക. അത്തരം കേസുകൾക്കൊന്നും ഡിഗ്രി ഡിഫൈൻഡ് അല്ല. sin dy/dx, cos dy/dx, e⁻y', log y', ഇതിൽ ഏതെങ്കിലും ഒരു ടേം നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നതിൽ ഉണ്ടെങ്കിൽ അതിന് ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്തതിന് മാത്രമേ നമുക്ക് ഡിഗ്രി കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നു കഴിഞ്ഞാലും അതിന് എന്ത് കണ്ടുപിടിക്കാം? ഓർഡർ എന്ന് പറഞ്ഞ കാര്യം നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു സെക്ഷനിൽ അറിഞ്ഞിരിക്കേണ്ടത് വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറഞ്ഞ കാര്യമാണ്. രണ്ട് സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, റൈറ്റ് ദ ഇക്വേഷൻ ഇൻ ദ ഫോം m(dx = n)dy. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിനെ ഈ രൂപത്തിലേക്ക് മാറ്റുക. m(dx = n)dy, അതായത് ഒരു വശത്ത് എക്സിന്റെ കാര്യങ്ങളും മറ്റൊരു വശത്ത് വൈൻ്റെ കാര്യങ്ങളും ആക്കി നിർത്തുക. ഈ ഒരു രൂപത്തിലാക്കിയതിനു ശേഷം അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അവിടെ നിന്ന് നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉള്ള ചോദ്യങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് അറിയണം, ഡിഗ്രി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം അറിയണം. അതുപോലെ വേരിയബിൾ സെപ്പറബിൾ ഫോമിന് ഏതൊക്കെ സ്റ്റെപ്സുകൾ നമ്മൾ ഫോളോ ചെയ്യണം. ഏത് സിറ്റുവേഷനിൽ ഡിഗ്രി എന്ന് പറയുന്ന കാര്യം ഡിഫറൻഷ്യൽ ഇക്വേഷന് നോട്ട് ഡിഫൈൻഡ് ആകും. ഇത്രയുമാണ് പഠിക്കാനുള്ളൂ. വേഗം പഠിച്ചു വെച്ചോളൂ. നമ്മളിനി അതിൻ്റെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഫോളോയിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. താഴെ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ഓർഡറും ഡിഗ്രിയും നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് 6 ക്വസ്റ്റ്യൻസുകൾ ഇവിടെ തന്നിട്ടുണ്ട്. 6 ഡിഫറൻഷ്യൽ ഇക്വേഷൻസുകളായിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. 6ൻ്റെയും ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന കാര്യം ഒന്ന് ഒബ്സർവ് ചെയ്യുക നിങ്ങൾ. നമ്മൾ ആ ഒബ്സർവേഷനിലൂടെ തന്നെ നമുക്ക് എന്ത് പറയാം? ഓർഡറും ഡിഗ്രിയും പറയാം. ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് dy/dx ആണ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ dy/dx എന്ന് പറയുന്നതിൻ്റെ ഹയസ്റ്റ് ഓർഡർ ഇനി ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. dy/dxന്റെ മുകളിലുള്ള ഓർഡറാണ് d²y/dx². അപ്പോൾ നമ്മളിത് ഒബ്സർവ് ചെയ്യുമ്പോൾ എങ്ങനെ നോക്കണം?
ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഡെറിവേറ്റീവിന്റെ ഹയസ്റ്റ് ഓർഡർ വൈ ബൈ ഡി എക്സിനേക്കാൾ മുകളിലാണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ കാര്യം. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നതും 2 തന്നെ ആയിരിക്കും. അപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഡിഗ്രി എന്ന് പറഞ്ഞ കാര്യം നോക്കണമെങ്കിൽ ആദ്യം ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിലേക്ക് വരണം. അപ്പോൾ നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ വരുന്നു. അതിന്റെ പവറാണ്. ഇവിടെ പവർ ഒന്നും കാണാനില്ല. അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് 1 എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് പോകുമ്പോൾ ഓർഡർ ഡിഗ്രി. ഓർഡർ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോകുമ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ആണ്, ഡെറിവേറ്റീവിന്റെ സെക്കൻഡ് ഓർഡർ ആണ്. അതുകൊണ്ട് തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ 2 ആണ്. ഇതിന്റെ തന്നെ പവർ ആലോചിക്കുക. ഇനി ഇതിന്റെ പവർ എത്രയാണ്? ഒന്നും കാണാനില്ല, അതുകൊണ്ട് 1 തന്നെയാണ്. അപ്പോൾ ഓർഡർ 2 ഡിഗ്രി 1. അടുത്തതിലേക്ക് പോകുന്ന സമയത്ത് ഓർഡർ എന്ന് പറയുന്നത് വൈ ഡാഷ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. പക്ഷെ അതിനേക്കാൾ മുകളിൽ എന്തുണ്ട്? വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞ കാര്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഡിഗ്രി എന്ന് പറയുന്നത് വൈ ഡബിൾ ഡാഷിന്റെ പവർ ഒന്നും കാണാനില്ല, അപ്പൊ എന്താണ് എഴുതേണ്ടത്? 1 ആണ് എഴുതേണ്ടത്. അടുത്ത ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് പോവുക. ഓർഡർ ഈക്വൽ ടു ഇതിവിടെ സൈൻ സ്ക്വയർ വൈ ആണ്, പിന്നെ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓർഡർ നോക്കുന്ന സമയത്ത് ഡി വൈ ബൈ ഡി എക്സ് തന്നെയാണ് രണ്ടിടത്തിലും നിൽക്കുന്നത്. അതിനേക്കാൾ മുകളിൽ വേറൊരു ഓർഡർ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത് 1 ആണ് എഴുതുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡിഗ്രിയാണ്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട്. നമ്മൾ പറഞ്ഞിരുന്നത് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിലേക്ക് വരിക, അതിന്റെ പവർ നോക്കാന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഡി വൈ ബൈ ഡി എക്സിന്റെ പവർ ഇവിടെ നോക്കിയാൽ 1 ആണ് കാണുന്നത്. എന്നാൽ ഇതിലേക്ക് പോകുമ്പോൾ അതിന്റെ ഓർഡർ 2 ആയിട്ട് കാണാം. ഡി വൈ ബൈ ഡി എക്സിന്റെ തന്നെ പവർ 2 ആയിട്ട് കാണാം. ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ ഹയസ്റ്റ് പവർ ഓഫ് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, അതാണ് ശരിക്കും അതിന്റെ ഡെഫിനിഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഓർഡർ എന്ന് പറയുന്ന കാര്യം 1 ആണ് കിട്ടുന്നതെങ്കിലും ഡിഗ്രി എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സിന്റെ പവർ ആണ് നോക്കുക. ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. ഇതിലെ ഹയസ്റ്റ് കേസ് ആണ് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ് എഴുതേണ്ടത്. ഓക്കെ, അടുത്തതിലേക്ക് പോകുമ്പോൾ ഓർഡർ എന്ന് പറയുന്ന കാര്യം ഇവിടെ ഇ റേസ് ടു വൈ ഡാഷ് എന്ന് പറഞ്ഞ ടേം ഉണ്ട്, വൈ സ്ക്വയർ ഉണ്ട്. ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇതാണ്. ഇവിടെ വൈ ഡാഷ് ഉണ്ട്, ഇവിടെ വൈ ട്രിപ്പിൾ ഡാഷ് ഉണ്ട്. അപ്പോൾ ഏറ്റവും വലുത് വരുന്ന ഏതാണ്? 3 ആണ് ഓർഡർ വരുന്നത്. അപ്പോൾ ഓർഡർ 3 എഴുതാം. ഡിഗ്രി എന്ന് പറയുന്ന കാര്യം, ഡിഗ്രി നോക്കണമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ മാത്രമേ ഡിഗ്രി ഡിഫൈൻഡ് ആവുള്ളൂ. ഇവിടെ ഇ റേസ് ടു വൈ ഡാഷ് എന്ന് പറയുന്ന കാര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ND അഥവാ നോട്ട് ഡിഫൈൻഡ് ആണ്. അടുത്തതിലേക്ക് പോവുക. ഓർഡർ എന്ന് പറയുന്നത് ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, അതിനേക്കാൾ മുകളിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ് വരിക. ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ കോസ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ ടേം ഉള്ളത് കൊണ്ട് തന്നെ ഇത് പോളിനോമിയൽ അല്ല. പോളിനോമിയൽ അല്ലാത്തത് കൊണ്ട് ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞതുപോലെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡറും ഡിഗ്രിയും കാണാനുള്ള കുറേയധികം ക്വസ്റ്റ്യൻസുകൾ +2 ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സസ് എന്ന് പറയുന്നതിൽ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. ആ ഒരു ക്ലാസ്സിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് കാണുക. കണ്ടതിന് ശേഷം അതിലെ ക്വസ്റ്റ്യൻസുകൾ കൂടി ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് പഠിച്ചു വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കാനുള്ള ഏത് ചോദ്യം തന്നു കഴിഞ്ഞാലും ആ പറയുന്ന കാര്യം വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് വാരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. സോൾവ് ദ ഫോളോയിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. dy by dx is equal to x plus 1 by 2 minus y. വാരിയബിൾ സെപ്പറബിൾ ഫോമിലാണ് നമ്മളത് കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഏത് രൂപത്തിലേക്ക് ഇതിനെ ആക്കണം? എം ഡി എക്സ് ഈക്വൽ ടു എൻ ഡി വൈ എന്ന് പറഞ്ഞ രൂപത്തിലായിരിക്കണം. ഈ എമ്മിൻ്റെയും എന്നിൻ്റെയും സ്ഥാനത്ത് എമ്മിൻ്റെ സ്ഥാനത്ത് എക്സിലുള്ള ഫംഗ്ഷനും എൻ എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് വൈയിലുള്ള ഫംഗ്ഷനുമാണ് വരിക. അതായത് ഡി എക്സ് എന്ന് പറയുന്നതിൻ്റെ ഒപ്പം നമ്മൾ നിർത്തേണ്ടത് എക്സിൻ്റെ കാര്യവും ഡി വൈ എന്ന് പറയുന്നതിൻ്റെ ഒപ്പം നിർത്തേണ്ടത് വൈൻ്റെ കാര്യവുമാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എം ഡി എക്സ് ഈക്വൽ ടു എൻ ഡി വൈ, ആ ഫോമിലേക്ക് ഇതിനെ കണക്ട് ചെയ്യണം. അതിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് 2 - y എന്ന് പറഞ്ഞ കാര്യം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 2 - y dy ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഡി എക്സ്. ഇപ്പോൾ ഏത് ഫോമിലായി? എം ഡി എക്സ് ഈക്വൽ ടു എൻ ഡി വൈ എന്ന് പറഞ്ഞ രൂപത്തിലായി. നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് അവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യാം. അതായത് ഇന്റഗ്രൽ 2 - y dy ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് പ്ലസ് 1 ഡി എക്സ്. 2 എന്ന് പറയുന്നതിന്റെ ഇന്റഗ്രൽ 2y മൈനസ്
വൈ എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 1 എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ എക്സ്. എല്ലാ ഇൻ്റഗ്രേഷനും കഴിഞ്ഞു പ്ലസ് സി. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, 2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിൾ ആണോ ആ വേരിയബിൾ ഒപ്പം വരും. ഇപ്പോൾ 2ന്റെ ഇന്റഗ്രൽ ആണെങ്കിൽ 2y, 3ന്റെ ഇന്റഗ്രൽ ആണെങ്കിൽ 3y, 4ന്റെ ഇന്റഗ്രൽ ആണെങ്കിൽ 4y. അത് വിത്ത് റെസ്പെക്ട് ടു വൈയിലായതുകൊണ്ടാണ്. എക്സിലാണ് വരുന്നതെങ്കിൽ എന്ത് വരും? 2 വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെന്നുണ്ടെങ്കിൽ 2x വരും. 3 വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ 3x വരും. അങ്ങനെയാണ് കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ വരിക. മൈനസ് വൈ ഡി വൈ എന്ന് പറയുന്നതിലെ വൈ ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് y⁻1 dy എന്ന് പറഞ്ഞ രീതിയിൽ ചിന്തിക്കണം. അപ്പോൾ y സ്ക്വയർ ബൈ 2 വരും. അതേപോലെ ഇവിടെ എക്സ് എന്ന് പറയുന്നത് x⁻1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ x സ്ക്വയർ ബൈ 2 എഴുതിയിരിക്കുന്നത്. 1ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് x ആണ്. ഇങ്ങനെ എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് കിട്ടുന്നതാണ്. ഇതാണെങ്കിൽ ഇതിനെ ഇനിയും നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് മുൻപിലേക്ക് പോവാം. പക്ഷെ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് നമുക്ക് ഇത്ര എഴുതിയാൽ തന്നെ മാക്സിമം മാർക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ അത് കൺക്ലൂഡ് ചെയ്യാണ്. രണ്ടാമത്തെ ചോദ്യം, dy by dx is equal to 1 plus x square by 1 plus y square. 1 plus y square into dy equal to 1 plus x square into dx. അപ്പോൾ നോക്കൂ, m dx equal to n dy എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അതായത് ഒരു വശത്ത് എക്സിൻ്റെ ടേം മാത്രവും മറ്റൊരു വശത്ത് വൈൻ്റെ ടേം മാത്രവും അങ്ങനെ അറേഞ്ച് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ്, രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ 1 plus y square dy equal to ഇന്റഗ്രൽ 1 plus x square dx. 1ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ y ആണ് വരിക. പ്ലസ് y സ്ക്വയറിന്റെ ഇന്റഗ്രൽ y³ ബൈ 3 ഈക്വൽ ടു 1ന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു x ആണ്, അതുകൊണ്ട് x വരുന്നു. പ്ലസ് x സ്ക്വയർ എന്ന് പറയുന്നതിന്റെ ഇന്റഗ്രൽ x³ ബൈ 3 പ്ലസ് c. അപ്പോൾ ഇതാണ് അതിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് നമ്മൾ എഴുതി നിർത്തേണ്ടത്. മൂന്നാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. dy by dx is equal to 1 plus y square by 1 plus x square. നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോമിലൂടെ തന്നെ ഇത് കണക്ട് ചെയ്യാം. അതിനുവേണ്ടി ചെയ്യേണ്ടത് dy എവിടെയാണോ നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് വൈൻ്റെ ടേം വരണം. അപ്പോൾ 1 plus y square എന്ന് കിടക്കുന്നത് ഇവിടെ മുകളിലാണ്, ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് താഴേക്കാണ് വരിക. അപ്പോൾ നമുക്കിതിനെ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യാം. dy by 1 plus y square equal to dx by 1 plus x square. ഇങ്ങനെ എഴുതിയാൽ ഇവിടെ എക്സിൻ്റെ ടേം മാത്രമേ ഉള്ളൂ, ഇവിടെ വൈൻ്റെ ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വേരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞ രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ dy by 1 plus y square ഈക്വൽ ടു ഇൻ്റഗ്രൽ dx by 1 plus x square. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഫോർമുലയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ dx by 1 plus x square ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്നാണ് ഫോർമുല വരിക. ഇവിടേക്ക് വരുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആയി എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് വരുന്നത് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്ന കാര്യമായിരിക്കും, റൈറ്റ് സൈഡ് വരുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞ കാര്യമായിരിക്കും, പ്ലസ് സി. ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. dy by dx is equal to e raised to x minus y. dy by dx is equal to e raised to x minus y നെ നമുക്ക് ഇങ്ങനെ എഴുതാം, e raised to x into e raised to minus y. ഇതിലെ ഈ നെഗറ്റീവ് എന്ന് പറയുന്ന കാര്യം ഒഴിവാക്കണമെങ്കിൽ ഇതിനെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് e raised to x by e raised to y എന്ന് പറഞ്ഞ് എഴുതാം. നമ്മളവിടെ ഉപയോഗിച്ചിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് e raised to minus n എന്ന് പറഞ്ഞാൽ 1 by e raised to n ആണ്. ഇപ്പം നമ്മുടെ മുൻപിൽ കിട്ടിയിരിക്കുന്നത് dy by dx എന്ന് പറഞ്ഞാൽ e raised to x by e raised to y ആണ്. ഞാൻ e raised to y ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ e raised to y dy ഈക്വൽ ടു e raised to x ഇൻറ്റു dx അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ dx എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് വരുന്നു. ഇപ്പോൾ വേരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞ ആശയത്തിലായി. രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ e raised to y dy ഈക്വൽ ടു ഇൻ്റഗ്രൽ e raised to x dx. e raised to y ൻ്റെ ഇൻ്റഗ്രൽ e raised to y തന്നെയാണ്. അതേപോലെ e raised to x ൻ്റെ ഇൻ്റഗ്രൽ e raised to x തന്നെയാണ്, പ്ലസ് സി. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. y log y dx മൈനസ് x dy ഈക്വൽ ടു 0. ഇതിനെ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറഞ്ഞ ആശയത്തിലൂടെയാണ് കണക്ട് ചെയ്യുക. അതിനുവേണ്ടി ചെയ്യേണ്ടത് y log y dx is equal to x dy. നെഗറ്റീവ് ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. ഇനി ശ്രദ്ധിക്കേണ്ടത് dy എവിടെയാണ് കിടക്കുന്നത് അവിടേക്ക് വൈൻ്റെ ടേമുകളെല്ലാം വരണം. അതുപോലെ dx എവിടെയാണ് കിടക്കുന്നത് അവിടേക്ക് എക്സിൻ്റെ ടേം കൊണ്ടുവരണം. അപ്പോൾ നമ്മളൊന്ന് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കൊക്കെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുകയാണ് ഈ കാര്യത്തിന്. dx എന്ന് പറഞ്ഞ കാര്യം എഴുതി, ഇവിടെ കംപ്ലീറ്റ് വൈൻ്റെ ടേമാണ്, അത് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഇവിടെയുള്ള എക്സിനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ അത് ഡിവൈഡഡ് ബൈ എക്സ് ആയിട്ട് മാറുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു dy അതുപോലെ എഴുതി. y log y എന്ന് പറയുന്ന അങ്ങോട്ട് പോകുമ്പോൾ അത് താഴേക്കാണ് വരിക. അപ്പോൾ ഡിവൈഡഡ് ബൈ y log y എന്ന് പറഞ്ഞ കാര്യം എഴുതാം. ഇപ്പോൾ വേരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞ ആശയത്തിലായി ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യുക. ഇൻ്റഗ്രൽ dx ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ dy ബൈ y log y. ഇവിടെ ഇത് ഇൻ്റഗ്രൽ 1 ബൈ എക്സ് dx എന്ന് പറഞ്ഞ ആശയമാണ്. ഫോർമുല വരുന്നത് log mod x ഈക്വൽ ടു
ലോഗ് വൈ എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ ആണ് 1/y. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെയാണ് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ലോഗ് വൈ പ്ലസ് സി എന്ന് പറഞ്ഞ ആൻസറാണ്. അതിൻ്റെ കാരണം അത്രയേ ഉള്ളൂ. ലോഗ് വൈ എന്ന് പറയുന്നതിന് നമ്മൾ ടി എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെറിവേഷൻ ചെയ്യുമ്പോൾ 1/y dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ടി കിട്ടുന്നു. ഇന്റഗ്രലിലേക്ക് വരുമ്പോൾ ഇന്റഗ്രൽ 1/y dy എന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഡി ടി എന്ന് പറഞ്ഞ കാര്യം എഴുതാം. ഡിവൈഡഡ് ബൈ 1/y പോയി dy പോയി, ബാക്കി 1/log y ആണ്, അതായത് ഡിവൈഡഡ് ബൈ ടി എന്ന് പറഞ്ഞ കാര്യമാണ്. ഇതിന്റെ ആൻസർ എന്തേ കിട്ടുള്ളൂ? ലോഗ് മോഡ് ടി പ്ലസ് സി എന്ന് പറഞ്ഞ ആശയമേ കിട്ടുകയുള്ളൂ. ഞാനിവിടെ മോഡുലസ് എഴുതിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? ലോഗ് മോഡുലസിന് പകരം ഞാൻ ബ്രാക്കറ്റ് ഇട്ടു എന്നുള്ളൂ. ടിക്ക് പകരം എന്താ വരുന്നത്? ലോഗ് വൈ വരുന്നു. അപ്പോൾ ലോഗ് മോഡ് ലോഗ് വൈ പ്ലസ് സി എന്ന് പറഞ്ഞ ആൻസറാണ് കിട്ടുക. അത് തന്നെയാണ് നമ്മുടെ എന്തായിട്ട് വരിക? ഫൈനൽ ആൻസർ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഈ മോഡുലസ് എന്ന് പറഞ്ഞ കാര്യം എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ബ്രാക്കറ്റിംഗ് കേസെങ്കിലും മിനിമം നിങ്ങൾ കൊടുക്കുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയതും റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ളതുമായ ഒരു ചോദ്യമാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. വേരിയബിൾ സെപ്പറബിൾ ഫോമിലാണ് ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ നമ്മൾ കണക്ട് ചെയ്യുക. sec² x tan y dx is equal to minus sec² y tan x dy. പോസിറ്റീവ് ടൈമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. ഇതിനെ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഡി എക്സിന്റെ അടുത്ത് എക്സിന്റെ എല്ലാ ടേമുകളും വരണം. അപ്പോൾ sec² x dx എന്ന് പറഞ്ഞ കാര്യം എഴുതി. ഈ ടാൻ എക്സിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവൈഡഡ് ബൈ ടാൻ എക്സ് എന്ന് പറഞ്ഞ കാര്യം വരുന്നു. ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് sec² y dy. ഇവിടുത്തെ ടാൻ വൈ എന്ന് പറയുന്നതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ ടാൻ വൈ വരുന്നു. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ sec² x dx ഡിവൈഡഡ് ബൈ ടാൻ എക്സ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ sec² y dy ഡിവൈഡഡ് ബൈ ടാൻ വൈ. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ടാൻ എക്സിന്റെ ഡെറിവേഷൻ ആണ് sec² x. അതേമാതിരി ടാൻ വൈ എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ ആണ് sec² y. അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ നമ്മൾ ഇതിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തതിന്റെ ആൻസർ എന്ന് പറയുന്നത് ലോഗ് മോഡ് ടാൻ എക്സ് ഈക്വൽ ടു മൈനസ് ലോഗ് മോഡ് ടാൻ വൈ പ്ലസ് സി. അതായത് ഈ ടാൻ എക്സിന്റെ ഡെറിവേഷൻ ആണ് sec² x വരിക, ഇവിടെ ടാൻ വൈന്റെ ഡെറിവേഷൻ ആണ് sec² y വരിക. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ലോഗ് മോഡ് എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് കണക്ട് ചെയ്യാം. ഈ നെഗറ്റീവ് ടൈമിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ലോഗ് മോഡ് ടാൻ എക്സ് പ്ലസ് ലോഗ് മോഡ് ടാൻ വൈ ഈക്വൽ ടു സി. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബിക്ക് തുല്യമാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ പറയാം, ലോഗ് മോഡ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ ഈക്വൽ ടു സി എന്ന് പറയാം. ലോഗ് എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യണമെങ്കിൽ എക്സ്പോണൻഷ്യൽ വെച്ച് ഉയർത്തുകയാണ് ചെയ്യുക. അതായത് ഇന്റെ പവറിലേക്ക് ഇതിനെ കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇന്റെ പവറിൽ ലോഗ് വരുമ്പോൾ ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ അവിടെ വരുന്നത് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ ഈക്വൽ ടു ഇ റേസ് ടു സി. ഇതൊരു കോൺസ്റ്റന്റ് ആയ നമ്പറാണ് വരുന്നത്. അതിന് പകരം ഞാൻ മറ്റൊരു സി എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. സെന്റൻസിലൂടെ വേരിയബിൾ സെപ്പറബിൾ ഫോം കണക്ട് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ കർവ് പാസിംഗ് ത്രൂ ദ പോയിന്റ് -2, 3 given that the slope of the tangent to the curve at any point xy is 2x/y². അതായത് നമുക്കൊരു കർവിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ആ കർവിന്റെ പ്രത്യേകത -2, 3 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ അത് പാസ് ചെയ്യും. കൂടാതെ അതിന്റെ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 2x/y² എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ കണ്ടീഷൻ നിലനിൽക്കുന്ന കർവിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy/dx എന്ന് പറഞ്ഞ കാര്യമാണ്. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 2x/y² ആണ് എന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കാര്യത്തിൽ നിന്നും y എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കണം. അതായത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലൂടെയാണ് കണക്ട് ചെയ്യുക. അതിനുവേണ്ടി ചെയ്യേണ്ടത് y² എന്ന് പറയുന്ന ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ y² dy ഈക്വൽ ടു 2x dx എന്ന് പറഞ്ഞാൽ എഴുതാം. ഇത് വേരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞ രീതിയിലായി. രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ y² dy ഈക്വൽ ടു ഇന്റഗ്രൽ 2x dx. y² എന്ന് പറയുന്നതിന്റെ ഇന്റഗ്രൽ y³ 3 ഈക്വൽ ടു 2 ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രല് x²/2 പ്ലസ് സി. 2ഉം 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് y³ എന്ന് പറയുന്ന കാര്യത്തിനെ 3 ഇൻറ്റു x² പ്ലസ് സി എന്ന് പറഞ്ഞ് എഴുതാം. ഇപ്പൊ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് കർവ് എന്ന് പറയുന്ന കാര്യമാണ്. ഈ കർവ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ടാൻജന്റിന്റെ ആശയം ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്. അതായത് ഏത് പോയിന്റിലും ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 2x/y² ആണെന്നുള്ള ആശയം എടുത്തിട്ടാണ് നമ്മൾ ചെയ്തു പോയത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് കണ്ടെത്തേണ്ട കർവ് ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യണം? -2, 3 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യണം.
അപ്പം നമ്മൾ കണ്ടെത്തിയ ഇതേ കർവ് തന്നെയാണ് കണ്ടുപിടിക്കാനുള്ളത് എന്നുള്ളത് ചിന്തിച്ചാൽ ഈ കർവ് -2 3 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യും. ഈ ഒരു കാര്യം ഞാൻ അതിലേക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ when x equal to -2 then y equal to 3 -2 3 പാസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷനാണ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുക. അതായത് ഇവിടെ വൈക്ക് പകരം നിങ്ങൾ 3 കൊടുക്കുക. അപ്പോൾ ഇവിടെ 3 ക്യൂബ് വരും. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് -2 ആണ്. -2ൻ്റെ സ്ക്വയർ 4 പ്ലസ് സി. 3 എന്ന് പറയുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 27/3 അത് 9 ആയിട്ട് മാറും. 9 ഈക്വൽ ടു 4 പ്ലസ് സി. അതായത് സി ഈക്വൽ ടു 9 - 4 ഈക്വൽ ടു 5. സ്ക്വയേർഡ് ഇക്വേഷൻ ഓഫ് കർവ് ഈസ്, കർവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ക്യൂബ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് സിക്ക് പകരം 5 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് കർവിൻ്റെ ഇക്വേഷൻ വരിക. ഈ കർവിൻ്റെ പ്രത്യേകത -2 3 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യും. കൂടാതെ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ux/y² ആയിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx is equal to -4xy² given that y equal to 1 when x equal to 0. ഇത്രയും കണ്ടീഷൻസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. dy/dx തന്നിട്ടുണ്ട്. പിന്നെ x 0 ആകുമ്പോൾ y-ന്റെ വില 1 എന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം dy/dx നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. dy/dx is equal to -4xy². വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് ആക്കുക. അപ്പോൾ y² എന്ന് പറയുന്നത് നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. dy/y² എന്ന് പറഞ്ഞു വരുന്നു. കാരണം ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആയിരിക്കും. ഈക്വൽ ടു -4x ഇൻറ്റു dx. വേരിയബിൾ സെപ്പറബിൾ ആയി രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ dy/y² ഈക്വൽ ടു ഇൻ്റഗ്രൽ -4x dx. ഇൻ്റഗ്രൽ dy/y² എന്ന് പറയുന്നത് -1/y ഈക്വൽ ടു -4 ഇൻറ്റു ഇൻ്റഗ്രൽ x dx എന്ന് പറയുന്നത് x²/2 ആണ് പ്ലസ് സി. ഈ ഒരു ഇൻ്റഗ്രൽ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഇൻ്റഗ്രൽ dx/x² എന്ന് പറഞ്ഞാൽ -1/x പ്ലസ് സി ആണ്. ഇതൊരു ഫോർമുല ആയിട്ട് നിങ്ങളൊന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. നെഗറ്റീവ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ആണ്. നെഗറ്റീവ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ 1/y ഈക്വൽ ടു 2x² - c എന്ന് പറഞ്ഞു വരുന്നു. അതായത് y എന്ന് പറയുന്നത് 1/2x² - c എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഇത് ശരിക്കും ജനറൽ സൊല്യൂഷനാണ്. നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷനിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, x0 y ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ y-ന് ഞാൻ 1 അപ്ലൈ ചെയ്യാണ്, x-ന് 0 അപ്ലൈ ആണ്. x-ന് 0 അപ്ലൈ ചെയ്യുമ്പോൾ 1/2 × 0² - c. അതായത് 1 ഈക്വൽ ടു 1/- c. ഇവിടെ നമുക്ക് c എന്ന് പറയുന്നത് -1 ആണെന്ന് പറയാം. Therefore equation of curve becomes y equal to 1/2x² + 1. ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസുകൾ. ഇതേ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തന്നെയാണ് ഇനി വരുന്ന എക്സാമിനേഷന് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചോദ്യങ്ങളെല്ലാം നല്ലതുപോലെ ചെയ്ത് പഠിക്കുക. കൂടാതെ വേരിയബിൾ സെപ്പറബിൾ ഫോമിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസുകളും അതുപോലെ ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കാനുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസുകളിലേക്കും ഉള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. +2 ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സസ് എന്ന് പറയുന്നതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞതാണ്. ആ ഒരു ക്ലാസ് കൂടി നിങ്ങൾ ഇതിനോടൊപ്പം ഒബ്സർവ് ചെയ്യുക, അതിലുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിക്കുക. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന സെക്ഷൻ അത് സോൾവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് കൂടിയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ ക്ലാസ് കൂടി നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നും 10 മാർക്ക് വെയിറ്റേജ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ 10 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നതിൻ്റെ സോൾവിങ്ങുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.